Lion, king of the jungle. Yes. No. 50-50. 50% yes and 50% no. King of the jungle. സിംഹം കാട്ടിലെ ഏറ്റവും വലിയ മൃഗമാണോ? അല്ല. ഏറ്റവും ഉയരമുള്ള മൃഗമാണോ? അല്ല. ഏറ്റവും ഭാരമുള്ള മൃഗമാണോ? അല്ല. ഏറ്റവും ഭംഗിയുള്ള മൃഗമാണോ? അതുമല്ല. ഏറ്റവും ബുദ്ധിയുള്ള മൃഗമാണോ? അതുമല്ല. പിന്നെ എങ്ങനെ കാട്ടിലെ രാജാവാകും? ആറ്റിറ്റ്യൂഡ്. ഇത് കുറേ കേട്ടതാണ്. 50% ശരിയാണ്. എന്തുകൊണ്ട് 100% ശരിയല്ല? അപ്പോൾ പിന്നെ ഇതാരാണ്? ഇതും സിംഹം തന്നെയല്ലേ? നിങ്ങളിപ്പോൾ ഇതിനെ കാട്ടിലെ രാജാവെന്ന് വിളിക്കുമോ? എന്തേ ഇപ്പോൾ ഈ സിംഹത്തിന് ആറ്റിറ്റ്യൂഡ് ഇല്ലേ? സോ സിംഹം കാട്ടിലെ രാജാവെന്നത് 50% റൈറ്റ്, 50% റോങ്. ഡിയർ ഫ്രണ്ട്സ്, എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പീക്ക് പെർഫോമൻസ് പീരീഡ് ഉണ്ട്, സുവർണ കാലഘട്ടം. സിംഹത്തിൻ്റെ പീക്ക് പെർഫോമൻസ് പീരീഡ് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയാണ്. ആ 5 വർഷം അവൻ കാട്ടിലെ രാജാവാണ് വിത്ത് ആറ്റിറ്റ്യൂഡ്. ബലവാനായ, ശക്തനായ, ആരെയും പേടിയില്ലാത്ത സിംഹം. അത് കഴിഞ്ഞാൽ അവൻ ദുർബലനായ, നിസ്സഹായനായ സിംഹം. അവൻ്റെ അവസാനം ഇങ്ങനെയൊക്കെ ദയനീയമായിരിക്കും. ആ വിധിയെ തടയാൻ സൃഷ്ടാവിന് പോലും സാധിക്കുകയില്ല. നമ്മൾ മനുഷ്യരുടെ പീക്ക് പെർഫോമൻസ് പീരീഡ്, സുവർണ കാലഘട്ടം 25 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞും ജീവിതം കെട്ടിപ്പടുത്തവരുണ്ടാവാം. അത് എക്സെപ്ഷൻസ് ആണ്. എക്സെപ്ഷൻസ് ആർ നോട്ട് ഓൾവേസ് എക്സാമ്പിൾസ്. ആ കാലഘട്ടം കഴിഞ്ഞാൽ നമ്മളും ദുർബലരാവാം, നിസ്സഹായരാവാം. നമ്മുടെ സ്ഥിതിയും ഇതുപോലെ ദയനീയമാവാം. പക്ഷേ ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. മനുഷ്യനെ അവൻ്റെ നിസ്സഹായാവസ്ഥയിൽ പണത്തിന് സഹായിക്കാൻ കഴിഞ്ഞു എന്ന് വരാം. സിംഹത്തിന് പണമുണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അവൻ്റെ അവസാനം പരിചരണമൊന്നും ഇല്ലാതെ ഇങ്ങനെ ദയനീയമാവാം. മനുഷ്യന് പണമുണ്ടാക്കാനും അത് കരുതി വയ്ക്കാനും അറിയാം. ആ പണം കൊണ്ട് അവൻ്റെ തിരക്കഥയുടെ അവസാനം അവൻ ആഗ്രഹിക്കുന്നത് പോലെ ശുഭകരമാക്കാം. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കരുതി വയ്ക്കാനും മാത്രം പണം ഉണ്ടാക്കുന്നുണ്ടോ? എംപ്ലോയിയോ, കച്ചവടമോ, കൈത്തൊഴിലോ, കൃഷിയോ എന്തുമായിക്കോട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നീക്കിയിരിപ്പൊന്നുമില്ലാതെ ജീവിച്ചു പോകാനുള്ളതേ ഉള്ളൂവെങ്കിൽ എങ്ങോട്ടാണ് ഈ ഓടുന്നത്? എങ്ങോട്ടാണ് ഈ പോക്ക്? പീക്ക് പെർഫോമൻസ് പീരീഡിലുള്ള നമ്മൾ ഇപ്പോൾ രാജാക്കന്മാരായിരിക്കും. കഴിഞ്ഞ 2 വർഷം നമ്മൾ ആഗ്രഹിച്ചതുപോലെ പണം നേടാൻ സാധിച്ചില്ല എങ്കിൽ ആ 2 വർഷം നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെ നാളെയും ചെയ്താൽ രാജാവേ, ആ സുവർണ കാലഘട്ടം അങ്ങ് കഴിഞ്ഞു പോകും. പിന്നെ തിങ്ക് ഡിഫറെൻറ്റ്. മാറി ചിന്തിക്കൂ. ലെറ്റ് us think of a powerful second income. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ അനിവാര്യമായ ഈ സെക്കൻഡ് ഇൻകം ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി എങ്ങനെ നേടാം എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തന്ന വ്യക്തിയുമായി ഇന്ന് തന്നെ ബന്ധപ്പെടുക. വിഷ് യു വെൽത്ത്. താങ്ക് യു.